ഏകദേശം 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആൻഡ്രോമിഡ ഗാലക്സിയിലെ ഒരു ഭീമൻ നക്ഷത്രം ഗാലക്സിയുടെ കാമ്പിനെടുത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ അവസാന നിമിഷങ്ങൾ അതിശക്തമായൊരു വിസ്ഫോടനത്തിൽ അവസാനിക്കുന്നു. ട്രില്യൺ കണക്കിന് ടൺ ചുവന്ന ചൂടുള്ള പ്ലാസ്മ ഒരു വലിയ മേഘമായി പൊട്ടിത്തെറിച്ച് ഏറ്റവും അടുത്തുള്ള ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും വെറും പൊടിപടലങ്ങൾ മാത്രമാക്കി മാറ്റുന്നു. അതിനോടൊപ്പം പുറപ്പെടുന്ന അതിശക്തമായ വൈദ്യുത കാന്തിക പ്രേരണം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എല്ലാ ദിശകളിലേക്കും ബഹിരാകാശത്തെ തുളച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അത് ഭൂമിയിലേക്ക് എത്തുകയാണ്. ആയിരത്തി 885 ഭൂമിയിലെ എല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും ശ്രദ്ധ ഒരു അത്ഭുതകരമായ ജ്യോതിശാസ്ത്ര സംഭവത്തിലേക്ക് തിരിയുന്നു. ആൻഡ്രോമിഡ നെബുലയുടെ മേഖലയിലെ അസാധാരണമായൊരു തിളക്കമുള്ള ജ്വാല അതിൻ്റെ പ്രകാശത്താൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രങ്ങളെയും ഹ്രസ്വമായി മറിച്ചു കളയുന്നു. ഈ അത്ഭുതകരമായ സൂപ്പർനോവയെ എസ് ആൻഡ്രോമിഡ എന്ന് വിളിച്ചു. ഇതിൻ്റെ അസാധാരണമായ പാരാമീറ്ററുകൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ വർഷങ്ങളോളം ആശയക്കുഴപ്പത്തിലാക്കി മാറ്റി. എന്നാൽ വെറും 6 മാസത്തിനു ശേഷം ആ നക്ഷത്രം അതിവേഗം മങ്ങി തുടങ്ങി. ഒടുവിൽ ആകാശത്തു നിന്ന് അത് എന്നേക്കുമായി അപ്രത്യക്ഷമായി പോയി. നിർഭാഗ്യവശാൽ ആ സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ വളരെ 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 പരിമിതമായിരുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് കോസ്മിക് വസ്തുക്കളിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കുവാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആൻഡ്രോമിഡ നക്ഷത്ര സമൂഹത്തിലെ തിളക്കമുള്ള M31 എന്ന വസ്തുവിനെ ക്ഷീരപഥത്തിന്റെ ഭ്രാന്തപ്രദേശത്തുള്ള ഒരു സാധാരണ പ്രതിഫലന വസ്തുവായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ 1920കളിൽ കൂടുതൽ ശക്തമായ ദൂരദർശിനികളും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും കാരണം സ്ഥിതി ആകെ മാറി മറിയാൻ തുടങ്ങി. എഡ്വിൻ ഹബിളും മറ്റു ജ്യോതിശാസ്ത്രജ്ഞന്മാരും നടത്തിയ നിരീക്ഷണങ്ങൾ ആൻഡ്രോമിഡ നെബുല ക്ഷീരപഥം പോലെ തന്നെയുള്ള ഒരു സ്വതന്ത്ര ഗാലക്സിയാണ് എന്ന് തെളിഞ്ഞു. അതിനുശേഷം ഏകദേശം 1 നൂറ്റാണ്ടോളം കടന്നുപോയി. ശാസ്ത്രം അതിശയകരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആൻഡ്രോമിഡ ഗാലക്സിക്ക് സർപ്പിള ഘടനയാണ് ഉള്ളത് എന്നും അതിൽ ഏകദേശം 1 ട്രില്യൺ നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമുക്കറിയാം. അതിൻ്റെ വ്യാസം ഏകദേശം 1,50,000 പ്രകാശവർഷത്തിലും കൂടുതലാണ്. അതിൻ്റെ മാസം ഏകദേശം 800 ബില്യൺ മുതൽ 1.2 ട്രില്യൺ സൗരപിണ്ഡം വരെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ സർപ്പിള ഗാലക്സികളെയും പോലെ തന്നെ ആൻഡ്രോമിഡയിലും ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളുടെ സമൃദ്ധിയുണ്ട്. കൂടാതെ അതിൻ്റെ ഘടനയിൽ വലിയ അളവിൽ ഇരുണ്ട ദ്രവ്യവും അടങ്ങിയിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് അടുത്തുള്ള നക്ഷത്രങ്ങളാൽ നിർമ്മിതമായ അതിൻ്റെ കേന്ദ്രഭാഗത്തിൻ്റെ പ്രകാശം അത്രത്തോളം ശക്തമാണ്. അതുകൊണ്ട് തന്നെ 1885 പൊട്ടിത്തെറിച്ച സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് വളരെ കാലം അസാധ്യമായി തന്നെ തുടർന്നു. എന്നിരുന്നാലും പഴയ രേഖകൾ സൂചിപ്പിച്ചത് ആ സൂപ്പർനോവ ഗാലക്സിയുടെ മധ്യഭാഗത്ത് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ്. ഒടുവിൽ 1988 അതായത് ഈ സംഭവം നടന്ന് 103 വർഷങ്ങൾക്ക് ശേഷം ഗാലക്സിയുടെ ന്യൂക്ലിയസിൽ നിന്നും ചെറിയ അകലത്തിൽ ഒരു ചെറിയ നെബുല കണ്ടെത്തി. സ്പെക്ട്രൽ വിശകലനവും ശരിയായ ചലന മോഡലിംഗും ഉപയോഗിച്ച് മിന്നിക്കൊണ്ടിരിക്കുന്ന മധ്യമേഖലയുടെ പശ്ചാത്തലത്തിൽ കാണപ്പെട്ട ഒരു ഇരുണ്ട പൊട്ട് എസ് ആൻഡ്രോമിഡയുടെ അവശിഷ്ടമാണ് എന്ന് സ്ഥിരീകരിച്ചു. ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മറ്റ് സർപ്പിള ഗാലക്സികളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു വിചിത്രമായ സവിശേഷത നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അസാധാരണമായ ഒരു ഇരട്ട ന്യൂക്ലിയസ്. അതിൻ്റെ ഉത്ഭവം ഇന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടേയില്ല. തിളക്കമുള്ളതും വലുതുമായ ഭാഗം ഗാലക്സിയുടെ ജ്യാമിതീയ കേന്ദ്രത്തിൽ നിന്നും ഒരൽപ്പം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിരവധി തിളക്കമുള്ള നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഭീമൻ സൂപ്പർ ക്ലസ്റ്ററാണ്. മറുവശം രണ്ടാമത്തെ ഭാഗം കേന്ദ്രത്തോട് വളരെ അടുത്താണ്. അത് മങ്ങിയതും ചെറുതുമായ പ്രദേശമാണ്. അവിടെ സൂര്യനേക്കാൾ ഏകദേശം 50 ദശലക്ഷം മടങ്ങ് ഭാരമുള്ള ഒരു സൂപ്പർ മാസീവ് തമോഗർത്തം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്.
ഇത്തരത്തിലുള്ള വിചിത്ര പ്രതിഭാസത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇന്നും ശാസ്ത്രലോകത്തിൽ ചർച്ചാ വിഷയമാണ്. ചില സിദ്ധാന്തങ്ങൾ പ്രകാരം ആൻഡ്രോമിഡയിൽ ആഗിരണം ചെയ്യപ്പെട്ട ഒരു ഉപഗ്രഹ ഗാലക്സിയുടെ കാമ്പാണ് ഈ പ്രകാശമുള്ള പ്രദേശം. മറ്റു ചില സിദ്ധാന്തങ്ങൾ പ്രകാരം ഇതൊരു ഏകീകൃത ഘടനയായിരിക്കാം. എന്നാൽ പൊടിപടലങ്ങൾ അതിനെ രണ്ടായി കാണിക്കുന്ന ഒപ്റ്റിക്കൽ സ്വഭാവം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായം. അതിനാവശ്യമായ തെളിവുകൾ ഇപ്പോഴും ശേഖരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഗാലക്സിയിലെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കളിൽ ഒന്നിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അതിനെ ശക്തമായ ഒപ്റ്റിക്കൽ ദൂരദർശിനികളാൽ പോലും കാണുവാൻ കഴിയാത്തതാണ് എന്നതാണ്. എന്നാൽ എക്സ്റേ സ്പെക്ട്രത്തിൽ നിരീക്ഷിക്കുമ്പോൾ ഇത് ഗാലക്സിയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ബിന്ദുവായി മാറുന്നു. നിരീക്ഷണങ്ങൾ പ്രകാരം ഇത് 2 ഘടകങ്ങൾ ചേർന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ ഒന്ന് വളരെ ചെറിയ മാസുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ്. ഏതാനും ഡസൻ കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഈ നക്ഷത്രം ഓരോ 3 സെക്കൻഡിലും തൻ്റെ അച്ചുതണ്ടിന് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. രണ്ടാമത്തെ നക്ഷത്രം ഒരു ചുവന്ന ഭീമനാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഈ 2 വസ്തുക്കളുടെയും ആകെ മാസ് 3 സൗരപിണ്ഡങ്ങളിൽ കൂടുതലല്ല. എന്നാൽ അവയ്ക്കിടയിലുള്ള ദൂരം അത്യന്തം ചെറുതാണ്. ഓരോ 4 മണിക്കൂറിലും ന്യൂട്രോൺ നക്ഷത്രം മറ്റേ നക്ഷത്രത്താൽ മറയ്ക്കപ്പെടുന്നു. അതിനാൽ അതിൻ്റെ പ്രകാശം പെട്ടെന്ന് കുറയുകയും എന്നാൽ പിന്നീട് വീണ്ടും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ അകലത്തിൻ്റെ ഫലമായി ന്യൂട്രോൺ നക്ഷത്രം തൻ്റെ സഹതാരകത്തെ ക്രമേണ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ പ്രക്രിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ രണ്ടാമത്തെ നക്ഷത്രം ടൈഡൽ ഫോഴ്സുകളാൽ കീറിമുറിഞ്ഞ് ചൂടുള്ള ഒരു വളയാകൃതിയിലുള്ള നെബുലയായി മാറും. ഇത്തരത്തിലുള്ള നിരവധി നക്ഷത്രങ്ങൾ ചേർന്നാണ് ആൻഡ്രോമിഡയുടെ കാമ്പിന് ചുറ്റിലുമുള്ള വലിയ ബൾജ് രൂപപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 12,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ മേഖലയ്ക്ക് ശ്രദ്ധേയമായ നീളമേറിയ ആകൃതിയാണുള്ളത്. M31 വ്യക്തമായൊരു ബാർ ഘടനയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടുങ്ങിയ ഭാഗം ഭൂമിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതിനാൽ അത് നമുക്ക് മിക്കവാറും ദൃശ്യമാണ്. ഈ ബാറിൻ്റെ നീളം കൂടിയ പ്രദേശം 1,77,000 പ്രകാശവർഷത്തോളം വലുതാണ്. ഗാലക്സിയുടെ മൊത്തം മാസിൻ്റെ ഏകദേശം 30% ഈ മധ്യഭാഗത്ത് മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ബാറിൻ്റെ അരികുകളിൽ നിന്നും 2 ഭീമൻ സർപ്പിള കൈകൾ പുറത്തേക്ക് നീളുന്നു. അവയ്ക്കിടയിൽ ഇരുണ്ട വിടവുകളുമുണ്ട്. ചില ഭാഗങ്ങളിൽ അവയുടെ വീതി 13,000 പ്രകാശവർഷം വരെ എത്തുന്നു. ആൻഡ്രോമിഡയുടെ സർപ്പിള കൈകളിൽ ഗാലക്സിയുടെ നക്ഷത്രപിണ്ഡത്തിൻ്റെ 56% അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇൻഡർസ്റ്റെല്ലർ വാതകവും പൊടിപടലങ്ങളും പുതിയ നക്ഷത്രങ്ങളുടെ ജനന കേന്ദ്രമാക്കി മാറ്റുന്നു. കാലക്രമേണ ഈ വാതക പൊടിമേഘങ്ങൾ തുറന്ന ക്ലസ്റ്ററുകളായും അസോസിയേഷനുകളായും പരിണമിക്കുന്നു. അതുപോലുള്ള ഒരു ക്ലസ്റ്ററിൻ്റെ ഉള്ളിലാണ് AE ആൻഡ്രോമിഡ എന്ന അസാധാരണമായൊരു നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഗാലക്സിക്കുള്ളിലെ ഏറ്റവും തിളക്കം കൂടിയ നക്ഷത്രങ്ങളിൽ ഒന്നായ ഇത് ഒരു ചൂടുള്ള നീല ഭീമൻ നക്ഷത്രമാണ്. ഇതിൻ്റെ പ്രകാശം പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കളെ ലുമിനസ് ബ്ലൂ വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. വളരെ ഉയർന്ന താപനിലയും മർദ്ദവും കാരണം ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ അത്യന്തം അപൂർവമാണ്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാവുന്നത് ഏതാനും ഡസൻ നക്ഷത്രങ്ങൾ മാത്രമാണ്. AE ആൻഡ്രോമിഡയുടെ പുറംപാളികൾ സ്ഥിരമായ അസ്ഥിരാവസ്ഥയുള്ളവരാണ്. അതിൻ്റെ ഉള്ളിലെ പ്രക്രിയകൾ അത്യന്തം കലാപരവും പ്രവചനാതീതവുമാണ്. കാലാകാലങ്ങളായി ചുവന്ന ചൂടുള്ള പ്ലാസ്മയുടെ വലിയ പ്രവാഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഭീമൻ ജ്വാലകൾ സൃഷ്ടിക്കപ്പെടുന്നു. ചിലപ്പോൾ ഈ ജ്വാലകൾ നക്ഷത്രത്തിൻ്റെ തെളിച്ചം പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ശക്തമായ ഇത്തരം സംഭവങ്ങളെ സൂപ്പർനോവ ഇംപോസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ആധുനിക അൾട്രാ പ്രൈസറ്റ് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ പ്രകാരം AE ആൻഡ്രോമിഡയുടെ മാസ് 50 മുതൽ 120 സൗരപിണ്ഡം വരെ ആകാം. അതിൻ്റെ ആരമെന്നത് സൂര്യൻ്റെ ആരത്തിൻ്റെ 55 മടങ്ങ് വരെയും എത്താം. ഇതിൻ്റെ ഉപരിതല താപനില ഏകദേശം 20,000 കെൽവിനാണ്. പ്രകാശമാനത സൂര്യനേക്കാൾ 5 ലക്ഷം മുതൽ 7 ലക്ഷം മടങ്ങിലും കൂടുതലാണ്. മറ്റെല്ലാ നീലഭീമന്മാരെയും പോലെ തന്നെ ഇത് അതിശക്തമായ നക്ഷത്ര കാറ്റും സൃഷ്ടിക്കുന്നുണ്ട്. ചില കണക്കുകൾ പ്രകാരം ഈ കാറ്റിൻ്റെ വേഗത സെക്കൻഡിൽ 1000 കിലോമീറ്റർ വരെ എത്താം. അതിൻ്റെ ഫലമായി ഓരോ സെക്കൻഡിലും 2 ട്രില്യൺ ടൺ ദ്രവ്യം
നക്ഷത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാലും ഇത്ര വലിയ നക്ഷത്രത്തിന് ഇത് വളരെ ചെറിയ നഷ്ടം മാത്രമാണ്. AE ആൻഡ്രോമഡയുടെ പ്രായം ഏകദേശം 2 ദശലക്ഷം വർഷം മാത്രമാണെങ്കിലും ബഹിരാകാശ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത് വെറും നിമിഷങ്ങൾക്ക് തുല്യമാണ്. അടുത്ത ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഈ നക്ഷത്രം തന്റെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതേസമയം ആൻഡ്രോമിഡയിലെ നക്ഷത്രങ്ങളുടെ പ്രായ വിതരണം ഗാലക്സിയുടെ ചരിത്രത്തെക്കുറിച്ച് വലിയ വിവരങ്ങൾ നൽകുന്നു. ഏറ്റവും പഴയ നക്ഷത്രങ്ങൾ ഏകദേശം 11 മുതൽ 13 ബില്യൺ വർഷം വരെ പഴക്കമുള്ളവ ഗാലക്സിയുടെ മധ്യഭാഗത്താണ് കൂടുതലും കാണപ്പെടുന്നത്. വിപരീതമായി സർപ്പിളക്കൈകളിൽ യുവനക്ഷത്രങ്ങളാണ് കൂടുതലായും ഉള്ളത്. ഇവയിൽ ചിലത് ഏതാനും ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ജനിച്ചത്. അതായത് ആൻഡ്രോമിഡ തന്റെ തുടക്കത്തിൽ വളരെ ചെറുതും ദീർഘവൃത്താകൃതിയുമുള്ളതുമായ ഒരു ഗാലക്സി ആയിരിക്കാം. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഗാലക്സി വാസയോഗ മേഖല എന്ന ആശയം തന്നെ നിർവചിച്ചു. ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തെ അത്യധികം വികിരണവും നക്ഷത്രങ്ങളുടെ സാന്ദ്രതയും കാരണം അവിടെ ജീവന്റെ ഉത്ഭവം അസാധ്യമാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ മറുവശത്ത് ഗാലക്സിയുടെ അതിർത്തികളിലുള്ള മേഖലകളിൽ ഭാരമേറിയ മൂലകങ്ങളുടെ കുറവുണ്ട്. അതിനാൽ മധ്യഭാഗത്തുള്ള ഈ പ്രദേശങ്ങളാണ് സിദ്ധാന്തപരമായി ഏറ്റവും അനുയോജ്യമായ വാസയോഗ്യ മേഖലകൾ. ഇത്തരത്തിലുള്ള ഒരു മേഖലയിലാണ് മെഗാ ML7 എന്ന മങ്ങിയ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മൈക്രോ ലെൻസിംഗ് എന്ന പ്രതിഭാസം ഉപയോഗിച്ച് 1999 ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഈ നക്ഷത്രത്തെ കൂടുതൽ വിശദമായി പഠിച്ചു. അത് സൂര്യന്റെ മാസിന്റെ ഏകദേശം 50% മാത്രം ഭാരമുള്ള ഒരു ചുവന്ന കുള്ളനാണെന്ന് കണ്ടെത്തി. അതിന്റെ ഉപരിതല താപനില ഏകദേശം 3700 കെൽവിനാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ നക്ഷത്രത്തിന്റെ ചലനത്തിലെ ചെറിയ വ്യതിയാനങ്ങളായിരുന്നു. അതൊരു വലിയ കൂട്ടുകാരന്റെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാങ്കല്പിക വസ്തുവിന് മെഗാ ML7b എന്ന പേരിട്ടു. ഇത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ക്ഷീരപഥത്തിന് പുറത്ത് കണ്ടെത്തുന്ന ആദ്യത്തെ എക്സോ പ്ലാനറ്റ് ആയിരിക്കും ഇത്. കണക്കുകൾ പ്രകാരം ഇതിന് വ്യാഴത്തിന്റെ 6.3 മടങ്ങ് മാസുള്ള ഒരു വാതക ഭീമനായിരിക്കാം. ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിലെ വമ്പിച്ച നക്ഷത്ര ക്ലസ്റ്ററുകളാണ്. M31 ഏകദേശം 460 ഗോളീയ ക്ലസ്റ്ററുകളും 10,000-ലും അധികം തുറന്ന ക്ലസ്റ്ററുകളും ഉള്ളതായി അറിയപ്പെടുന്നു. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് NGC 206. ഏകദേശം 200 പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഈ ഭീമൻ അസോസിയേഷനിൽ 100 കണക്കിന് തിളക്കമുള്ള നക്ഷത്രങ്ങളും ലക്ഷക്കണക്കിന് മങ്ങിയ നക്ഷത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ആൻഡ്രോമഡയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ കോസ്മിക് കൂട്ടിയിടികളുടെ ഫലമായിട്ടാണ് ഈ ഘടനകളിൽ പലതും രൂപപ്പെട്ടത് എന്നാണ്. കണക്കുകൾ പ്രകാരം ആൻഡ്രോമിഡ തന്റെ ചരിത്രത്തിൽ 100-ലധികം ഉപഗ്രഹ ഗാലക്സികളെ ആഗിരണം ചെയ്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായതാണ് M32. ഏകദേശം 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇത് ആൻഡ്രോമിഡയുമായി ഭീമൻ കൂട്ടിയിടിയിൽ ഏർപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അതിന്റെ ഫലമായി M32 തന്റെ ഭൂരിഭാഗം നക്ഷത്രങ്ങളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന M32 ഒരിക്കൽ നിലനിന്നിരുന്ന ഒരു വലിയ ഗാലക്സിയുടെ അവശിഷ്ടം മാത്രമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. ഇത് പൂർണ്ണമായ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയോ അല്ലെങ്കിൽ ചെറിയൊരു സർപ്പിള ഗാലക്സിയോ ആയിരിക്കാം. എന്നാൽ ആ മഹാദുരന്തത്തിനു ശേഷം അതിന്റെ മധ്യഭാഗം മാത്രം നിലനിന്നു. സ്പിറ്റ്സർ പരിക്രമണ ദൂരദർശനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ആൻഡ്രോമിഡയുടെ ഡിസ്കിലൂടെ അതിവേഗതയിൽ തുളച്ചു കയറിയ ഈ വലിയ കൂട്ടിയിടി ഒരു സർപ്പിളക്കൈയിൽ ഭീമാകാരമായൊരു ദ്വാരം തന്നെ സൃഷ്ടിച്ചു. ആ ആഘാതത്തിൽ M32 ഭൂരിഭാഗം നക്ഷത്രങ്ങളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിന്റെ പഴയ രൂപത്തിലേക്ക് അതിനൊരിക്കലും മടങ്ങിയെത്തുവാൻ സാധിക്കുകയേയില്ല. M32 പുറമെ ആൻഡ്രോമിഡയ്ക്ക് അദൃശ്യ ഗുരുത്വാകർഷണ നൂലുകളാൽ ബന്ധപ്പെട്ട ഏകദേശം 30ഓളം ഉപഗ്രഹ ഗാലക്സികളുമുണ്ട്. അവയിൽ ഏറ്റവും ചെറുതും തിളക്കമുള്ളതുമാണ് M110. ഏകദേശം 15,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ ഗാലക്സി ആൻഡ്രോമിഡയെ ചുറ്റിപ്പറ്റി ഭ്രമണം ചെയ്യുന്നു. ബാക്കിയുള്ളവയിൽ ഭൂരിഭാഗവും കുള്ളൻ ഗോളാകൃതിയുള്ള ഗാലക്സികളാണ്. ഇവയെല്ലാം ചേർന്നാണ് ആൻഡ്രോമിഡ ഉപഗ്രൂപ്പ് എന്ന ഘടന രൂപപ്പെട്ടത്. ഇത് വീണ്ടും ലോക്കൽ ഗ്രൂപ്പ് എന്ന ഒരു വലിയ ഗാലക്സി കൂട്ടത്തിന്റെ ഭാഗമാണ്. ഈ ലോക്കൽ ഗ്രൂപ്പിൽ ക്ഷീരപഥം,
ട്രയാങ്കുലം ഗാലക്സി, ആൻഡ്രോമിഡ എന്നിവയ്ക്കൊപ്പം നിരവധി ചെറിയ ഗാലക്സികളും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ മുഴുവൻ സംവിധാനത്തെയും അദൃശ്യമായ ഗുരുത്വാകർഷണ ശക്തികൾ ക്രമേണ ഒരേ ദിശയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൻഡ്രോമിഡ ഗാലക്സി ഇന്ന് നമ്മുടെ ദിശയിലേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇത് സെക്കൻഡിൽ 300 കിലോമീറ്ററിലും അധികം വേഗതയിലാണ് ക്ഷീരപഥത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ആൻഡ്രോമിഡയും ക്ഷീരപഥവും തമ്മിൽ ഒരു മഹത്തായ ഗാലക്സി ലയനം നടക്കും. ആ കൂട്ടിയുടെ ഫലമായി 2 ഗാലക്സികളിലെയും നക്ഷത്രങ്ങൾ ഗുരുത്വാകർഷണ കലാപത്തിൽ ബഹിരാകാശത്തേക്ക് ചിതറിപ്പോകും. സർപ്പിള ഘടനകളെല്ലാം നശിച്ചു പോകും. അവ ചേർന്ന് ഒരു ഭീമൻ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സിയായി മാറും. അപ്പോഴേക്കും ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയുവാൻ പ്രയാസമാണ്. സൂര്യൻ തന്റെ അവസാന ഘട്ടത്തിലേക്ക് ആ സമയത്ത് കടന്നിട്ടുണ്ടായിരിക്കാം. അതിന്റെ വികിരണം ഭൂമിയുടെ സമുദ്രങ്ങളെ വറ്റിച്ചു കളഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചുവന്ന ചൂടുള്ള പ്ലാസ്മയുടെ സമുദ്രത്താൽ ഭൂമി മുഴുവൻ വിഴുങ്ങപ്പെട്ടിട്ടുണ്ടാകാം. അന്നേക്കും മനുഷ്യരാശിക്ക് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് പ്രവചിക്കുക അതിലും പ്രയാസമാണ്. നമ്മൾ മറ്റു നക്ഷത്ര സമൂഹങ്ങളിലേക്ക് കുടിയേറി പുതിയ ലോകങ്ങളിൽ പുതിയ നാഗരികതകൾ സൃഷ്ടിച്ചിരിക്കുമോ? അല്ലെങ്കിൽ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന അനേകം പുരാതന ജീവവർഗങ്ങളെ പോലെ ഒരടയാളവും അവശേഷിപ്പിക്കാതെ നമ്മൾ അപ്രത്യക്ഷരായിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടി ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ്.